الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى والدين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعمل سوءا أو يظلم نفسه ثم يستغفر الله يجد الله غفورا رحيما. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ എല്ലാ അവസരങ്ങളിലും കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം എല്ലാവരും, ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഒരു സന്തോഷത്തിൻ്റെ ദിവസത്തിലാണിന്ന്. കഴിഞ്ഞ 19 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രമത്തിന്, പ്രത്യേകിച്ച് 2 വർഷമായി തുടരുന്ന വംശഹത്യക്ക് ഒരു താൽക്കാലിക വിരാമം എന്തെങ്കിലും പറയാൻ പറ്റുന്ന നിലയിൽ കരാറിൻ്റെയൊക്കെ ഉള്ളിൽ എത്ര കണ്ട് സത്യസന്ധതയും ആത്മാർത്ഥതയും വഞ്ചനയും ഒക്കെ ഉണ്ട് എന്ന് നമുക്കറിയില്ല. എങ്കിലും അൽഹംദുലില്ലാഹ് വലിയ ആശ്വാസവും സമാധാനവും നൽകുന്ന വാർത്തകളാണ് പ്രവാചകന്മാരുടെ നാടുകളിൽ നിന്നും നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അത് എന്നും സമാധാനവും സന്തോഷവും അവർക്കും നമുക്കും ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, മനുഷ്യരാകുന്ന നാം പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്യുന്നവരാണ്. നമ്മുടെ പാരത്രിക ജീവിതത്തിൻ്റെ നഷ്ടവും പാപങ്ങളാണ്. വലിയ പാപങ്ങളും ചെറിയ പാപങ്ങളും എന്ന് 2 നിലയിലും ഖുർആനും ഹദീസും നമ്മെ പാപങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന് തുല്യത കൽപ്പിക്കുകയോ അള്ളാഹുവിന് അർപ്പിക്കേണ്ട ഇബാദത്തുകളിൽ ഏതെങ്കിലും ഒന്ന് അള്ളാഹുവിന് അർപ്പിക്കുകയോ ചെയ്താൽ അത് ഗുരുതരമായ പാപമെന്നാണ് നമ്മെ ഖുർആനും സുന്നത്തും പരിചയപ്പെടുത്തുന്നത്, അഥവാ ശിർക്ക്. വേറെ കുറേ പാപങ്ങൾ ഹദീസുകൾ എണ്ണി പറയുന്നുണ്ടെങ്കിലും ഇതല്ലാത്തതെല്ലാം
മരിക്കുന്നതിന് മുമ്പ് ഇസ്തിഗ്ഫാർ ചെയ്തില്ലെങ്കിലും ആ പാപത്തിൻ്റെ പരിധി കഴിയുമ്പോൾ അള്ളാഹു മാപ്പ് നൽകും. എന്നാൽ നാം ഇപ്പറഞ്ഞ ശിർക്ക് എന്ന ഗുരുതരമായ പാപം മരണത്തിനു മുമ്പ് പശ്ചാത്താപം ഇസ്തിഗ്ഫാറും ഉണ്ടായിട്ടില്ല എങ്കിൽ ഒരിക്കലും അള്ളാഹു അത് പൊറുക്കുകയില്ല. അല്ലാത്ത ഏത് പാപങ്ങളാകട്ടെ ചില നന്മകളെ കൊണ്ടും പശ്ചാത്താപം കൊണ്ടുമൊക്കെ അള്ളാഹു നമുക്ക് മാപ്പ് നൽകുന്നതുമാണ്. നമുക്ക് പല മേഖലകളിൽ നിന്ന് വരുന്ന പ്രയാസങ്ങൾ, അത് വ്യക്തികളിൽ നിന്നാകട്ടെ പ്രകൃതിയിൽ നിന്നുള്ളതാകട്ടെ, എല്ലാം നമ്മുടെ പാപങ്ങളുടെ ആധിക്യം കൊണ്ടാണ് അതെല്ലാം സംഭവിക്കുന്നത്. ചിലപ്പോൾ ചില പ്രയാസങ്ങൾ നമുക്ക് അനുഭവപ്പെടുമ്പോൾ നാം അതിൽ എത്ര കണ്ട് ക്ഷമിക്കും എന്നറിയാനും ക്ഷമയുടെ കാരണമായി സ്വർഗത്തിൻ്റെ കവാടം നമുക്ക് തുറക്കാൻ വേണ്ടിയും അള്ളാഹുവിൽ നിന്നുള്ള നടപടികൾ ഭൗതികമായി ചിലപ്പോൾ വന്നേക്കാം. എങ്കിലും ബഹുഭൂരിഭാഗം സംഭവിക്കുന്നത് നമ്മുടെ പാപങ്ങളുടെ ആധിക്യമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളും വിശ്വാസിനികളും നിരന്തരം പാപകർമ്മങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുകയും ജീവിതത്തെ പാപരഹിതമായി ആക്കുന്നതിനുള്ള പരിശ്രമം നിരന്തരം ഉണ്ടാവുകയും വേണം. അതിൻ്റെ ഫലമായിട്ടാണ് നാം ഈ ഖുർആൻ പഠിക്കുന്നതും മതപഠന ക്ലാസ്സുകൾ നടത്തുന്നതും ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും നിസ്കരിക്കുന്നതും ഒളു എടുക്കുന്നതും എല്ലാം. പക്ഷെ അവകളെക്കാളെല്ലാം മറികടന്ന് നമ്മുടെ പാപങ്ങൾ വരുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ചില ഉണർത്തലുകൾ എന്നോണമാണ് ചില ശിക്ഷാ നടപടികൾ പല നിലയിലും വന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാചകന്മാർ അലൈഹിമുസ്സലാത്തു വസ്സലാം അവരുടെ ജനതതികളോട് പറഞ്ഞ കൂട്ടത്തിൽ അനിസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി യുമത്തിഉക്കും മതാഅൻ ഹസന, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുക, സുമ്മ തൂബു ഇലൈഹി പിന്നീട് നിങ്ങൾ അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. പാപമോചനം തേടണം, ഖേദിച്ചു മടങ്ങുകയും വേണം. പാപമോചനം തേടുക എന്നുള്ളത് നമ്മുടെ നാവുകൊണ്ട് ഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥമായി വരുന്ന ഇസ്തിഗ്ഫാറുകൾ. ഖേദിച്ചു മടങ്ങുക എന്നാൽ നമ്മുടെ ജീവിതം തന്നെ അള്ളാഹുവിലേക്ക് പാപരഹിതമായി ആയ നിലയിൽ ആക്കി തീർക്കുക, നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും. എങ്കിൽ യുമത്തിഉക്കും മത്താഅൻ ഹസന, ഈ രണ്ട് ഇബാദത്തുകൾ നിങ്ങളിൽ നിന്നും ഉണ്ടായാൽ നിങ്ങളുടെ കഴിഞ്ഞുപോയ പാപങ്ങളുടെ പേരിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുകയില്ല. അവൻ നിങ്ങൾക്കത് മാപ്പ് നൽകുകയും യുമത്തിഉക്കും മത്താഅൻ ഹസന, നല്ല ജീവിത സുഖങ്ങളും സൗകര്യങ്ങളും നിങ്ങൾക്ക് അവൻ ഇവിടെയും അവിടെയും നൽകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതം സമാധാനപൂർണം, സ്വസ്ഥത, സന്തോഷം ഒക്കെ ആയിത്തീരുന്നതിന് ഇസ്തിഗ്ഫാറും തൗബയും കൂടിയേ തീരും. ഇസ്തിഗ്ഫാറും തൗബയും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളും പ്രവർത്തികളുമായിരിക്കണം. നാം നിസ്കാരം കഴിയുമ്പോൾ 3 പ്രാവശ്യം നാം പറയാറുണ്ട് അസ്തഗ്ഫിറുല്ലാ എന്ന്. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാകുമ്പോഴാണ് അത് പുണ്യം എന്ന നിലയിൽ റെക്കോർഡാക്കപ്പെടുന്നതും നാം നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിൽ പാപങ്ങളിൽ നിന്നും മാക്സിമം ഒഴിവാവാനുള്ള ഒരു ആന്തരികമായ ഉൾവിളി നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത്. നാം ദിനേന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് എന്ന നിലയിൽ നാം ഉരുവിടുമ്പോഴാണ്
അള്ളാഹുവിൽ നിന്നുള്ള സ്വീകാര്യതയ്ക്ക് പകരം നമ്മിലേക്ക് തന്നെ അതിനെ വലിച്ചെറിയുന്ന അവസ്ഥയുണ്ടാകുന്നതും പല നിലയിലുള്ള വിപത്തുകളും പ്രശ്നങ്ങളും നാം നേരിടേണ്ടി വരികയും ചെയ്യുന്നത്. മുൻകാല പ്രവാചകന്മാരെല്ലാവരും അവരുടെ സമുദായങ്ങളോട് ഈ കാര്യം ഉണർത്തിയതായി വിശുദ്ധ ഖുർആനിൻ്റെ നിരവധി ആയത്തുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. എന്നല്ല, ആ പ്രവാചകന്മാർ തന്നെ റബ്ബിനോട് ഖേദിച്ചു മടങ്ങുകയും സമുദായത്തെ ഈ വിഷയം ഊന്നൽ നൽകി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവാചകനിൽ നിന്നും പാഠങ്ങൾ പഠിച്ച സ്വഹാബികൾ ഈ അവസ്ഥ, ഈ വാക്കുകൾ, ഈ സന്ദർഭങ്ങൾ നമുക്ക് അവർ പഠിപ്പിച്ചു തരികയും ചെയ്തതായി അഥറുകളിലും ഹദീസുകളിലും കാണാൻ കഴിയും. നാമൊക്കെ പല നിലയിലുള്ള രോഗം നേരിടുന്നവരും രോഗികളുമാണ്. ഹാർട്ട് പരമായി, കൊളസ്ട്രോൾ പരമായി, ഷുഗർ പരമായി, വേദനകൾ പല നിലയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് മിക്ക ആളുകളും. ആരോട് ചോദിച്ചാലും പൂർണ്ണ സുഖവാൻ എന്ന് ആരും പറയാറില്ല. ഈ രോഗങ്ങൾക്കെല്ലാം നാം വ്യത്യസ്തങ്ങളായ മരുന്നുകളും ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഭൗതിക ശരീരത്തിനുള്ള വേദനകളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി തീർക്കാനുള്ള പെയിൻ കില്ലറുകളും ടോണിക്കുകളും അതുപോലെ തന്നെ കഷായങ്ങളും ഒക്കെ വ്യത്യസ്തങ്ങളായ നിലയിൽ നാം ഉപയോഗിക്കാറുണ്ട്. ഒരു താൽക്കാലിക ശമനം എന്ന നിലയിൽ നമുക്ക് ശമനവും ലഭിക്കാറുണ്ട് ചില മരുന്നുകളൊക്കെ നാം ഉപയോഗിക്കുമ്പോൾ. ഇതുപോലെ നമ്മുടെ ആത്മാവിന് വന്നുപെട്ട രോഗങ്ങളെ കൃത്യമായ മരുന്നുകൊണ്ട് നാം അതിനെ ചികിത്സിക്കുകയും മരുന്നുപയോഗിച്ച് നമ്മുടെ രോഗങ്ങളെ നാം മാറ്റുകയും ചെയ്തെങ്കിലാണ് നമുക്ക് ഇഹപര നന്മകൾ ലഭിക്കുകയുള്ളൂ. സ്വഹാബികൾ പറയാറുണ്ട്, ഇന്നലിക്കുല്ലി ദാഇൻ ദവ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു മരുന്നിറക്കാത്ത ഒരു രോഗവും ഇറക്കിയിട്ടില്ല. അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി ഏത് രോഗമാണോ ആ രോഗത്തിനുള്ള മരുന്ന് കണ്ടെത്തി നിങ്ങൾ ചികിത്സിക്കുകയും അള്ളാഹുവിനോട് അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുക. സമയം കൃത്യമാണെങ്കിൽ അത് മാറിയിരിക്കും. എന്നതുപോലെ അള്ളാഹു നിങ്ങൾക്ക് മരുന്നും രോഗവും നൽകിയതുപോലെ ആത്മീയ രോഗങ്ങൾക്കുള്ള മരുന്നാണ്, ആത്മീയ രോഗങ്ങളാണ്. അത് പരിചയപ്പെടുത്താനാണ് ഖുർആനും സുന്നത്തും ഇവിടെ വന്നതും ആത്യന്തികമായി ഊന്നൽ നൽകുന്നതും. മറ്റ് ചികിത്സകളെല്ലാം ഇതിൽ പറയുന്നുണ്ടെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നത് ഈ രോഗത്തിനും ഈ ചികിത്സയ്ക്കുമാണ്. കാരണം ഇസ്ലാം എന്നത് മനുഷ്യൻ ഇവിടെ എന്നും കാലാകാലം സുഖസന്തോഷത്തോടെ ജീവിക്കാൻ ആ ജീവിതം മതി എന്ന് പഠിപ്പിക്കുന്ന ഒരു ദർശനമല്ല. മറിച്ച് കാലാകാലത്തേക്കുള്ള ജീവിതം മരണത്തിന് ശേഷമാണ് തുടങ്ങുന്നതെന്നും അവിടേക്ക് വേണ്ടതാണ് സമ്പാദിക്കേണ്ടതെന്നും അവിടേക്കുള്ള ചികിത്സയും അവിടത്തേക്കുള്ള മരുന്നുകളുമാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഖുർആനും സുന്നത്തും ഇതിന് ഊന്നൽ നൽകി നമ്മെ അതിലേക്ക് ക്ഷണിക്കുന്നത്. വഇന്ന ദവാഅ ദുനൂബി അൽ ഇസ്തിഗ്ഫാർ, പാപം എന്ന നിങ്ങളുടെ രോഗത്തിനുള്ള മരുന്ന് അൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറാണ്, അള്ളാഹുവിനോടുള്ള ഖേദപ്രകടനം. നാം മുമ്പ് പറഞ്ഞതുപോലെ വെറും നാവിൽ നിന്നും പുറത്തേക്ക് വരുന്ന പുറം പൂച്ചുകളല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഇസ്തിഗ്ഫാർ. അങ്ങനെ 5 നേരം നിസ്കരിക്കുന്ന വ്യക്തി പിന്നീട് അവൻ പുറത്തിറങ്ങിയാൽ അവൻ ആവശ്യമില്ലാത്തത് കാണാനോ കേൾക്കാനോ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ വഞ്ചനാപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെടാനോ അനിസ്ലാമിക പ്രവണതകളുമായി ഏർപ്പെടാനോ അവന് കഴിയില്ല. ളുഹർ കഴിഞ്ഞു, അവനത് ചെയ്തു,
അസറിന് വീണ്ടും വരുമ്പോൾ വീണ്ടും അവൻ അങ്ങനെ പറയുന്നു. മഗ്രിബും ഇശാവും സുബഹിയും ഇങ്ങനെ അവൻ ആവർത്തിക്കുമ്പോൾ അവൻ ഉള്ളിൽ നിന്നുള്ള അവൻ്റെ മരുന്നും ആത്മാർത്ഥതയോടു കൂടിയുള്ള ചികിത്സയുമാണ് അവൻ നൽകിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ക്രമേണ അവൻ അതിൽ നിന്നും, അഥവാ ഇവന് ഏറ്റിരിക്കുന്ന ഗുരുതര രോഗത്തിൽ നിന്നും, ആത്മീയ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. പാപങ്ങളെ അള്ളാഹു മാച്ചു കളയുക തന്നെ ചെയ്യും. ഖത്താദ റഹിമഹുല്ലാ പറയാറുണ്ട്, ഇന്ന ഹാദൽ ഖുർആൻ, ഈ വിശുദ്ധ ഖുർആൻ യദുല്ലുക്കും അലാ ദായിക്കും വ ദവായിക്കും, നിങ്ങളുടെ രോഗത്തെ പറ്റിയും നിങ്ങളുടെ മരുന്നിനെ പറ്റിയും ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങളുടെ രോഗം ഇന്നതാണ്, ആ രോഗത്തിന് കൊടുക്കേണ്ട മരുന്ന് ഇന്നതാണ്. പനിക്ക് കൊടുക്കേണ്ട മരുന്ന് ഇന്നതാണ്, തലവേദനയ്ക്ക് ഇന്നതാണ് എന്നതുപോലെ നിങ്ങളുടെ രോഗം ഇന്നതാണ്, അതിന് കൊടുക്കേണ്ട മരുന്നും ഇന്നതാണെന്ന് വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നാം ചെന്ന് ഖുർആൻ മറിച്ച് പനിയുടെയോ തലവേദനയുടെയോ ജലദോഷത്തിൻ്റെയോ ക്യാൻസറിൻ്റെയോ ചിലപ്പോൾ മരുന്ന് അന്വേഷിച്ചാൽ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ അതിൽ കണ്ടോളണമെന്നില്ല. എന്നാൽ ഈ പറയപ്പെടുന്ന രോഗവും ഈ പറയപ്പെടുന്ന രോഗത്തിനുള്ള മരുന്നും അതിൽ കാണാം. തുടർന്ന് സഹാബി പറയുന്നു, അമ്മ ദാഉക്കും ഫദ്ദുനൂബ്, ഞാനിവിടെ ഉദ്ദേശിച്ചത് എന്നല്ല പ്രവാചകന്മാർ പഠിപ്പിച്ചത്, അള്ളാഹു നിർദ്ദേശിച്ച നിങ്ങളുടെ രോഗം അദ്ദുനൂബ്, പാപങ്ങളാണ്. അവയവങ്ങളെ കൊണ്ട് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന, വാരിക്കൂട്ടുന്ന, കൈകൾ കൊണ്ട്, നാവുകൾ കൊണ്ട്, നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന രോഗങ്ങൾ അത് പാപങ്ങളാണ്. അമ്മ ദവാഉക്കും, അതിൻ്റെ മരുന്ന് ഫൽ ഇസ്തിഗ്ഫാർ, പാപമോചനമാണ്. ഖുർആൻ പരിശോധിച്ചാൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചികിത്സാരീതി നമുക്ക് കാണാൻ കഴിയും. റബ്ബന ളലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നിരന്തരമായ അദ്ദേഹത്തിൻ്റെ ആ ചികിത്സയിലൂടെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ രോഗത്തെ മാറ്റി അദ്ദേഹത്തിന് ആരോഗ്യം നൽകി. ഇവിടെ നാം പറയുന്നത് ഈ രോഗമാണെങ്കിലും അഥവാ ആത്മീയ രോഗമാണെങ്കിലും ആത്മാർത്ഥമായിട്ടുള്ള ഈ ചികിത്സ നാം ഇങ്ങനെ ഉപയോഗിച്ചാൽ തീർച്ചയായും ഭൗതിക രോഗത്തിനും അതിൽ ശമനം ഉണ്ട്. കാരണം അത് മുഖേന റബ്ബിനോടവൻ ഇസ്തിഗ്ഫാറിന് ശേഷം അവൻ്റെ വേദനകളും അവൻ്റെ പ്രയാസങ്ങളും റബ്ബിനോട് ഏറ്റുപറഞ്ഞാൽ തീർച്ചയായും പരിശുദ്ധമായ ആ കൈ ഉയർത്തുമ്പോൾ അതിനവൻ മറുപടി നൽകാതിരിക്കില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയുണ്ട്, റബ്ബി ഇന്നി അഊദു ബിക അൻ അസ്അലക മാ ലൈസ ലി ബിഹി ഇൽം വ ഇല്ലാ തഗ്ഫിർ ലി വ തർഹംനി. ഇവരൊക്കെ റബ്ബിനോട് പറഞ്ഞ പ്രാർത്ഥനകളാണ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെതുണ്ട്, റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലി ഫഗഫറ ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ രോഗം മാറ്റിക്കൊടുത്തു. ഫഗഫറല, അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രോഗം അള്ളാഹു മാറ്റിക്കൊടുത്തു. അഥവാ ആഖിറത്തിൽ അതിൻ്റെ പേരിൽ രോഗിയായി അദ്ദേഹം വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാപം, അദ്ദേഹത്തിൻ്റെ രോഗം ഇവിടെ വച്ച് തന്നെ ശിഫ നൽകിയതുകൊണ്ട്, അദ്ദേഹത്തിന് അള്ളാഹു മാപ്പ് നൽകിയതുകൊണ്ട് ആഖിറത്തിൽ അദ്ദേഹം രക്ഷപ്പെട്ടവനായി. അങ്ങനെ രക്ഷപ്പെട്ടവനായ പട്ടികയിൽ പെട്ടതുകൊണ്ട് ഇവിടെയും അഥവാ ഈ ലോകത്തുള്ള ജീവിതത്തിലും അദ്ദേഹം സുരക്ഷിതനായി തീർന്നു. ഇങ്ങനെ ഇബ്രാഹിം നബിയുടേതുണ്ട്, യൂനുസ് നബിയുടേതുണ്ട്, സുലൈമാൻ നബിയുടേതുണ്ട്, ദാവൂദ് നബിയുടെ, എല്ലാ പ്രവാചകന്മാരുടെയും. അപ്പോൾ സഹോദരങ്ങളെ, നാം 5 നേരം നിസ്കരിച്ചു, ഒരു ചടങ്ങ് തീർത്ത് നാം എഴുന്നേറ്റ് പോയതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഫലസ്തീനിൽ സംഭവിച്ചതും മറ്റു ഇതര രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാനുള്ളതും നമുക്ക് പ്രയാസങ്ങൾ വരുന്നതല്ല. ഈ നിലയിലുള്ള രോഗങ്ങൾ കൊണ്ട് നാം നമ്മുടെ ആത്മാവിനെ നശിപ്പിച്ചതുകൊണ്ടാണ്. അതിൽ നിന്നും നാം രക്ഷപ്പെടണം. രക്ഷപ്പെടാനുള്ള വഴി ഒന്നേ ഉള്ളൂ. അല്ലാഹു തആല പ്രവാചകന്മാരിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന, അവർ പാപത്തിൽ നിന്നും സുരക്ഷിതരായിരുന്നിട്ട് കൂടി
അവരുടെ സമുദായത്തിന് പഠിക്കാനും ചികിത്സിക്കാനും വേണ്ടി അവർക്ക് അള്ളാഹു നൽകിയ ആ വചനങ്ങൾ ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ നാം ഉരുവിടുകയും തുടർന്ന് സുമ്മതൂബു ഇലൈഹി അവനിലേക്ക് നമ്മുടെ പ്രവൃത്തിയിലൂടെ നാം ഖേദിച്ചു മടങ്ങുകയും ചെയ്താൽ യുമത്തിഉകും മത്താഅൻ ഹസന സുഖകരമായ സന്തോഷകരമായ ജീവിതം നമുക്ക് അള്ളാഹു നൽകുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിൻ്റെ വഅദയാണ്. ഫമൻ അലിമ ബി തഖ്സീരിൻ ഫി ഖൗലിഹി ഔ അമലിഹി ഔ ഹാലിഹി ഔ റിസ്ഖിഹി, ഒരാൾ തൻ്റെ വാക്കുകളിൽ, തൻ്റെ പ്രവർത്തികളിൽ, അല്ലെങ്കിൽ തൻ്റെ അവസ്ഥകളിൽ, അല്ലെങ്കിൽ തനിക്ക് ലഭിക്കുന്ന വിഭവങ്ങളിൽ, ഭക്ഷണങ്ങളിൽ, അല്ലെങ്കിൽ തൻ്റെ ഹൃദയത്തിനുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ ഒരാൾ ഉപയോഗിക്കാൻ തയ്യാറായി അൽ ഇസ്തിഗ്ഫാർ, അഥവാ ഒരാൾക്ക് ഭക്ഷണം കുറഞ്ഞു, സാമ്പത്തികമായി തകർന്നു, ബാധ്യതകൾ കുന്നുകൂടി, അസ്വസ്ഥതയായി, ഒരാൾക്ക് സംസാരത്തിൽ പ്രശ്നങ്ങൾ, തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, കുടുംബത്തിൽ കലഹങ്ങൾ, ഇതെല്ലാത്തിനും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഇസ്തിഗ്ഫാറിലൂടെയാണ്. ഫീഹി അശ്ശിഫാ ഉത്താം, പൂർണ്ണ ശിഫ, പൂർണ്ണ ശമനം, പൂർണ്ണ ആരോഗ്യം, പൂർണ്ണമായും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും എല്ലാം ഇസ്തിഗ്ഫാറിൽ അള്ളാഹു വച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, കലഹങ്ങൾ ഉണ്ടാകുന്നത്, അയൽവാസികളുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, രാജ്യങ്ങളിൽ നാം ഓരോ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മുടെ പാപങ്ങളുടെ ആധിക്യം കൊണ്ടാണെന്ന ഈ സംഭവങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, പ്രവാചകരെ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ എൻ്റെ നാവ് ഗൗരവമായി പ്രവർത്തിക്കുന്നു. അഥവാ ഒരു 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 കടുംപിടുത്തക്കാരനായ നിലയിൽ എൻ്റെ സംസാരം എൻ്റെ മക്കളുടെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ എന്നിൽ നിന്നും ഉണ്ടാകുന്നു. നബി അദ്ദേഹത്തോട് ചോദിച്ചത്, ഐന അന്ത മിനൽ ഇസ്തിഗ്ഫാർ, അബൂദറെ, ഇസ്തിഗ്ഫാർ നീ നിർവഹിക്കുന്നില്ലേ? നിർവഹിക്കാത്തത് കൊണ്ടാണ് നിന്റെ കുടുംബത്തോട് നീ കടുംപിടുത്തക്കാരനും ദുർവാശിക്കാരനുമായി മാറുന്നത്. നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ പങ്കാളികളോട്, നമ്മുടെ കൂട്ടുകാരോട്, നാട്ടുകാരോടൊക്കെ നമ്മുടെ നാവ് മോശമായ അവസ്ഥയിലൂടെ പ്രവൃത്തി, വാക്കുകളെല്ലാം ഉണ്ടാകുന്നത് ഇസ്തിഗ്ഫാർ ഇല്ലാത്തത് കൊണ്ടാണെന്ന് റസൂൽ പറയുന്നു. തുടർന്ന് നബി പറഞ്ഞു, അബൂദർറെ, ഞാൻ ഒരു ദിവസം അള്ളാഹുവിലേക്ക് ഇന്നി അസ്തഗ്ഫിറുല്ലാഹ് ഫിൽ യൗമി അക്തറ മിൻ 70 മറ, 70 ചില്ലുവാനം, വേറെ ഒരു ഹദീസിൽ 100ഓളം പ്രാവശ്യം ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തിനാണ് സഹോദരങ്ങളെ? മുൻപിൻ പാപങ്ങൾ അള്ളാഹു മാപ്പ് നൽകിയ മഹാനായ പ്രവാചകനാണ്. എന്നിട്ട് പോലും അള്ളാഹുവിൻ്റെ റസൂല് 70ഉം 100ഉമൊക്കെ ഒരു ദിവസം ഇസ്തിഗ്ഫാർ നിർവഹിക്കുന്നു എങ്കിൽ, അതും ആത്മാർത്ഥമായിട്ടുള്ള ഇസ്തിഗ്ഫാർ നിർവഹിക്കുന്നു എങ്കിൽ, നാം മനസ്സിലാക്കണം, എനിക്കും നിങ്ങൾക്കും അത് ഒരു പാഠത്തിന് വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച എല്ലാ പ്രാർത്ഥനകളിലും ഇസ്തിഗ്ഫാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാം ബാത്റൂമിൽ നിന്നും എഴുന്നേറ്റ് പോരുമ്പോഴും നമ്മളോട് പറയാൻ പറഞ്ഞു ഗുഫ്രാനക്. എന്തിനാണത്? അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യം കൊണ്ട് നാം ബാത്റൂമിൽ പോകുന്നു, മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നു, എഴുന്നേറ്റ് വരുമ്പോൾ ഒരു തെറ്റും നാം ചെയ്തിട്ടില്ല. ആ സമയത്ത് അപ്പോഴും നമ്മളോട് പറഞ്ഞു ഗുഫ്രാനക്. പുണ്യകരമായ വുളൂ നിർവഹിച്ചതിന് ശേഷവും ഉള്ള പ്രാർത്ഥനയിൽ അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. രാത്രിയുടെ യാമങ്ങളിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നവരാണ് പുണ്യവാന്മാർ എന്ന് അള്ളാഹു ആലു ഇമ്രാൻ 17 അറിയിക്കുന്നു. ഹജ്ജ് കഴിഞ്ഞതിന് ശേഷവും സുമ്മ അഫീദു മിൻ ഹൈഥു അഫാദന്നാസ് വസ്തഗ്ഫിറുല്ലാഹ്. ഹജ്ജ് എന്നത് തന്നെ അറഫയിലുള്ള നൃത്തത്തോടുകൂടി പാപങ്ങളെ അള്ളാഹു മാപ്പ് നൽകുന്നു. എന്നിട്ടും അള്ളാഹു പറയുന്നു, പിന്നെയും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം.
നിസ്കാരം കഴിഞ്ഞാൽ ഇസ്തിഗ്ഫാർ പ്രവാചകൻ നിർവഹിച്ചിരുന്നു. നമ്മളോടും പറഞ്ഞു അങ്ങനെ. ഞാനും നിങ്ങളും എവിടെയെങ്കിലും വർത്തമാനം പറയാനിരുന്നാൽ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് സുബ്ഹാനക്കല്ലാഹുമ്മ എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാപങ്ങളാണ് മുഴുവൻ പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണം. അതിനെ എങ്ങനെയെല്ലാം തേച്ചു മാച്ച് ഇല്ലായ്മ ചെയ്യാൻ കഴിയുമോ ആ വഴികളെല്ലാം നാം ഉപയോഗിക്കണം. ആ വഴികൾ എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആനും പുന്നാര നബിയുടെ മുബാറക്കായ 23 വർഷത്തെ ത്യാഗപൂർണമായ ജീവിതവും. ആ ഒരു ജീവിതവും ഖുർആനും നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ ഒരു കാരണവശാലും ഇൻഷാ അള്ളാഹ് ഒരു പ്രയാസവും ഇഹത്തിലോ പരത്തിലോ നമുക്കുണ്ടാവുകയില്ല, ഉറപ്പാണ്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് പ്രസിദ്ധ താബിഈ പണ്ഡിതനാണ് ഒരാൾ പറഞ്ഞു, ഞങ്ങൾക്ക് കൃഷിക്ക് വെള്ളമില്ല. ഒരാൾ പറഞ്ഞു, ദാരിദ്ര്യം കൊണ്ട് സഹിക്കാൻ വയ്യ. ഒരാൾ പറഞ്ഞു, മക്കളില്ല. എല്ലാത്തിനും അദ്ദേഹം കൊടുത്ത ഗുളിക ടോണിക്ക് 1. അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, പല ആളുകൾ വന്നു നിങ്ങളോട് പല പ്രശ്നങ്ങളാണ് പറഞ്ഞത്. ഒരാൾ പറഞ്ഞു, ഞങ്ങൾ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നു. വേറൊരാൾ പറഞ്ഞു, ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നു. വേറൊരാൾ പറഞ്ഞു, കൃഷികളെല്ലാം ഉണങ്ങിപ്പോയി. വേറൊരാൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആവലാതി പറഞ്ഞ എല്ലാവർക്കും ഒരേ മരുന്ന് കൊടുത്തു. തിരിച്ച് അദ്ദേഹത്തോട് എന്തെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് അള്ളാഹു പറഞ്ഞതാണ്. ഏതാണ്? അള്ളാഹു വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു നൂഹ് അധ്യായത്തിലൂടെ 10, 11, 12 ആയത്തുകളിൽ വളരെ വ്യക്തമായി അള്ളാഹു ഈ നിർദ്ദേശം നൽകുകയാണ്. ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. മഹാനായ ശൈഖുൽ അംബിയ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് അന്ന് പറഞ്ഞതാണ്. അതിന്നും നിലനിൽക്കുകയാണ്. അന്നു മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിർദ്ദേശിച്ചത് ഇതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ജനങ്ങളെ, നിങ്ങൾ റബ്ബിനോട് മാപ്പപേക്ഷിക്കുക, അവൻ നിങ്ങൾക്ക് മാപ്പ് നൽകും. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ. നിങ്ങൾക്ക് ആവശ്യത്തിന് അവൻ മഴ വർഷിപ്പിച്ച് കിണറുകളിലും കുളങ്ങളിലും തോടുകളിലും വെള്ളം നൽകും. വയുംദിദുക്കും ബി അംവാൽ. നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റി സമ്പത്തിന്റെ വളർച്ച നിങ്ങൾക്ക് നൽകും. വബനീൻ. മക്കളില്ലാത്തവർക്ക് അല്ലാഹു സന്താനങ്ങളെ നൽകും. വയജഅൽ ലക്കും ജന്നാത്തിൻ. നിങ്ങൾക്ക് വിഭവങ്ങളില്ലെങ്കിൽ അവൻ വിഭവങ്ങൾ നൽകും. വയജഅൽ ലക്കും അൻഹാറ. നദികൾ നിങ്ങൾക്ക് അവൻ ഒഴുക്കിത്തരും. വേറൊരു ആയത്തിൽ കാണാം, യാഖൂം ഇസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും. ആരോഗ്യമില്ലേ? എല്ലാവരും രാവിലെ എഴുന്നേറ്റ് സുബഹിക്ക് മുമ്പേ മുതൽ നടക്കലാ ടൗണുകളിലെല്ലാം. എന്തിനു വേണ്ടിയാണ്? ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി. എന്നിട്ടോ തിരിച്ച് വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ കേൾക്കുന്നു അയാൾ പോയി. അള്ളാഹു പറയുന്നു, ഇതിനെല്ലാത്തിനും ഒറ്റ മരുന്നുള്ളൂ. അഥവാ നിങ്ങൾ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ പാപങ്ങളെ ശുദ്ധീകരിക്കാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായ വാക്കുകളും തുടർന്നുള്ള ജീവിതത്തിലുള്ള മാറ്റങ്ങളും. വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും. ഹൂദ് അധ്യായം 52-ാമത്തെ ആയത്ത്. നിങ്ങൾക്കവൻ ശക്തമായ ആരോഗ്യം നൽകും. റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുകയും അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്താൽ. അപ്പോൾ ഈ വഴി മനുഷ്യകുലത്തിൻ്റെ ആരംഭം മുതൽ ഇനി അവസാനം വരെയും സമാധാനത്തിനും സന്തോഷത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും ആരോഗ്യത്തിനും മക്കളെ ലഭിക്കാനും കുടുംബത്തിൽ കലഹം ഉണ്ടാകാതിരിക്കാനും ആളുകളുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും ബോംബിംഗ് ഉണ്ടാവാതിരിക്കാനും രാജ്യത്ത് സുരക്ഷിതമായി ജീവിക്കാനും നമുക്ക് ഫ്രീഡം കിട്ടാനും എല്ലാത്തിനും ഒരേ ഒരു മരുന്ന് ഉപയോഗിക്കുക. ഒരുപാട് ഡോക്ടർമാരെ അന്വേഷിച്ച് പോകേണ്ടതില്ല. ഓർത്തോക്ക് വേറൊരാള്, ഹാർട്ടിന് വേറൊരാള്, അതുപോലെ സ്കിന്നിന് വേറൊരാള്. എല്ലാവരും കുറേ ഗുളികകൾ കുറിച്ച് തരുന്നു, മരുന്നുകൾ തരുന്നു.
മുമ്പൊക്കെ ചെറിയ ചെറിയ പാക്കറ്റുകൾ കിട്ടിക്കൊണ്ടിരുന്നത് പിന്നീട് കിറ്റായി, പിന്നീട് ബിഗ് ഷോപ്പറായി, പിന്നീട് തൂക്കക്കണക്കിന് അഥവാ ഒരു ദിവസം 25-ഉം 30-ഉം ഒക്കെ ഗുളികകൾ കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഇതൊന്നും കഴിക്കേണ്ടതില്ല, എല്ലാം ഞാൻ ശരിയാക്കി തരാം, നിങ്ങളൊന്ന് ശരിയാവാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, എല്ലാ മുസ്ലിങ്ങളെയും അനുഗ്രഹിക്കട്ടെ, എല്ലാ മനുഷ്യർക്കും നേരായ വഴിയിലേക്ക് നടന്നു വരാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദിഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസികളെ, സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. പ്രവാചകരെ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ അവരെ ഒരിക്കലും ശിക്ഷിക്കുകയില്ല. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരെ അള്ളാഹു ശിക്ഷിക്കുകയില്ല, ശിക്ഷിച്ചിട്ടും ഇല്ല. പല നിലയിലുള്ള ശിക്ഷകൾ അവരാവശ്യപ്പെട്ടു, എന്നിട്ടൊന്നും അള്ളാഹു അവരെ ശിക്ഷിച്ചില്ല. കാരണം പ്രവാചകൻ ജീവിച്ചിരിക്കുന്നുണ്ടവരിൽ. രണ്ടാമത്തെ ഓഫർ അള്ളാഹു നമുക്കും നൽകുകയാണ്. വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നാമും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ നിർവഹിക്കുന്നവരും പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങുന്നവരും ജീവിതത്തെ നന്നാക്കുന്നവരുമാണെങ്കിൽ നമ്മളെയും അള്ളാഹു ശിക്ഷിക്കൂല. ഒന്ന്, നബി ജീവിച്ചിരിക്കുമ്പോൾ ശിക്ഷിക്കൂല. രണ്ട്, ഇസ്തിഗ്ഫാർ ഉള്ളിടത്തോളം കാലവും ശിക്ഷിക്കുകയില്ല. പക്ഷെ നമ്മളൊക്കെ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുക പല നിലയിലുള്ള ശിക്ഷകൾ. ഭൂകമ്പങ്ങളാകട്ടെ, വെള്ളപ്പൊക്കങ്ങളാകട്ടെ, ഭരണാധികാരികളിൽ നിന്നുള്ളതാകട്ടെ, അയൽവാസികളിൽ നിന്നാകട്ടെ, കൂട്ടുകാരിൽ നിന്ന്, ആത്മാർത്ഥമായി സ്നേഹിച്ച ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന് ഒക്കെ നാം വ്യത്യസ്തങ്ങളായ നിലയിൽ നാം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്തേ കാരണം? വഹും യസ്തഗ്ഫിറൂൻ. അവർ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്രശ്നം അവരിൽ നേരിടിക്കുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞതിന് ശേഷവും ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങൾ മനസ്സിലാക്കണം, നാം പറയുന്നതൊന്നും ഇസ്തിഗ്ഫാർ ആകുന്നേ ഇല്ല, നാം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നതും ഇല്ല. അതുകൊണ്ട് ഒരു വിചിന്തനത്തിന് നാം തയ്യാറാകേ പറ്റൂ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന ഒരു ഇസ്തിഗ്ഫാറിനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഇമാം ബുഖാരി മഹാനവറുടെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. ഏറ്റവും ഉത്തമമായ ഇസ്തിഗ്ഫാർ അതാണ്. അത് നാം പഠിക്കണം. നമ്മുടെ പള്ളിയിൽ വളരെ വ്യക്തമായി അത് റെക്കോർഡാക്കി വച്ചിട്ടുണ്ട്. കുറേശ്ശെ ഒരു കലിമത്ത്, 2 കലിമത്ത്, 3 കലിമത്ത്, അങ്ങനെ ഒരു വരി, അങ്ങനെ 2 വരി. അത് നാം പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ രാവിലെയും വൈകിട്ടും അത് പറയണം. മങ്കാലഹ ഫി ലൈല, രാത്രി ഒരാൾ അത് പറഞ്ഞാൽ ഫമാത്ത, ആ രാത്രിയിൽ മരിച്ചാൽ ദഖല ജന്ന, സ്വർഗത്തിൽ കടന്നു എന്ന. ഒരാൾ രാവിലെ അത് പറഞ്ഞു, അവൻ വൈകിട്ടിന് മുമ്പ് മരിച്ചാൽ, രാത്രിക്ക് മരിച്ചാൽ ദഖല ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നു എന്ന. അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു വഅഊദു ബിക മിൻ ശർരി മാ സ്വനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത. അസ്തഗ്ഫിറുല്ലാ ഇസ്തിഗ്ഫാർ തന്നെ. പക്ഷെ അതിൻ്റെ എല്ലാം മുകളിലുള്ളതാണിത്.
അതുകൊണ്ട് തന്നെ രാവിലെ ഒരു പ്രാവശ്യം പറയണം, വൈകിട്ടും ഒരു പ്രാവശ്യം പറയണം. വെറുതെ പഠിച്ചു പറഞ്ഞത് കൊണ്ട് കാര്യമില്ല, അത് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം പറയേണ്ടത്. നാം അതിൽ നിന്നും ഉൾക്കൊണ്ട് റബ്ബിൻ്റെ അനുഗ്രഹങ്ങളെ സമ്മതിച്ച് തുടർന്ന് നമ്മുടെ ജീവിതത്തെ നന്നാക്കുകയും വേണം. ഇതിൻ്റെ പേര് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നാണ്. നാം അത് നിരന്തരം അത് പഠിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക, ജീവിതത്തെ നന്നാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. اللهم اغفر لنا وللمؤمنين والمؤمنات اللهم اغفر لنا وللمؤمنين والمؤمنات اللهم اغفر لنا وللمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات